ഹായ്, നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ് ഗാലക്ടോസ് മെറ്റബോളിസം. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ മെറ്റബോളിസവും പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു ഡിസോർഡർ. അത് ഓൾറെഡി നമ്മൾ എടുത്തൊരു ടോപ്പിക്കാണ്, എന്നാലും നമുക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു പോകാം. പിന്നെ നോട്ട്സ് വേണ്ടവർക്ക്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാത്തവർക്ക് അടിയിൽ ഞാൻ ടെക്സ്റ്റിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇത് സെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഗാലക്ടോസ് ഏതൊക്കെ രീതിയിലാണ് മെറ്റബോളൈസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഗാലക്ടോസിനെ ഗാലക്ടോ കൈനേസ് കൊടുത്താൽ എന്ത് കിട്ടും? ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് കിട്ടും. ഇനി അതിലേക്ക് ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, ഇത് കൊടുത്താൽ എന്ത് കിട്ടും? യു ഡി പി ഗാലക്ടോസ് കിട്ടും. ഈ യു ഡി പി ഗാലക്ടോസിലേക്ക് യു ഡി പി ഗാലക്ടോസ് എപ്പിമറൈസ്. അന്നേരം എന്ത് കിട്ടും? ഒരു എപ്പിമറൈസേഷൻ റിയാക്ഷൻ കഴിഞ്ഞിട്ട് യു ഡി പി ഗ്ലൂക്കോസ്. ഓക്കെ, ഇനി ഇത്രയും നമ്മളെ ചെറിയ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ 4 വയസ്സിന് ശേഷം ഇപ്പം നമുക്കൊരു ഡിസീസ് പഠിക്കാനുണ്ട്. ആ ഡിസീസിൽ ഈ എൻസൈം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിൽ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് എന്താവില്ല? യു ഡി പി ഗാലക്ടോസ് ആവില്ല. അപ്പോൾ 4 വയസ്സായ ആൾക്കാരിൽ ചിലപ്പോൾ വേറൊരു എൻസൈം വന്നിട്ട് ഈ ഒരു പരിപാടി നടത്തും. അപ്പോൾ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യു ഡി പി ഗാലക്ടോസ് ആക്കാൻ എൻസൈം ഇല്ലാത്തതാണല്ലോ നമ്മൾ പ്രശ്നം. അപ്പോൾ ചിലർക്ക് 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് കിട്ടും? ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് പൈറോഫോസ്ഫോറൈലേസ്. ഓക്കെ, പൈറോഫോസ്ഫോറൈലേസ് ഈ ഒരു എൻസൈം വരും. ഓക്കെ, ഇനി അപ്പോൾ ഗാലക്ടോസിനെ പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇത് 4ാമത്തെ എപ്പിമർ. ആരെ? ഗ്ലൂക്കോസിൻ്റെ 4ാമത്തെ എപ്പിമറാണ് ആര്? ഗാലക്ടോസ്. ഇതെന്തല്ല, ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ എന്താ, നമുക്ക് യു ഡി പി ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ യു ഡി പി ഗാലക്ടോസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് അല്ല. പിന്നെ ഏകദേശം ഇതിൻ്റെ മെറ്റബോളിസം നടത്തുന്ന ആളാരാ? ലിവറാണ്. ഏകദേശം മെറ്റബോളിസം നടത്തുന്നത് ലിവറാണ്. അപ്പോൾ നമുക്ക് ഗാലക്ടോസ് ടോളറൻസ് ടെസ്റ്റ്, ഗാലക്ടോസിൻ്റെ ടോളറൻസ് ടെസ്റ്റ് നടത്തിയിട്ട് നമ്മളെ ലിവറിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഇപ്പോൾ ഫങ്ഷണൽ കപ്പാസിറ്റി ഓഫ് ലിവർ നോക്കണമെങ്കിൽ ആരെ ചെയ്താൽ മതി? ഗാലക്ടോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്താൽ മതി. ഇനി ഗാലക്ടോസിനെ കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഗാലക്ടോസിനെ കൊണ്ട് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ പേര് പഠിച്ചൊക്കെ നല്ലതാണ്. ലാക്ടോസ് ഉണ്ടാക്കാം, ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ് ഉണ്ടാക്കാം, സെറിബ്രോസൈഡ്സ് ഉണ്ടാക്കാം, പിന്നെ ഗ്ലൈക്കോ ലിപ്പിഡ്സ്, പിന്നെ ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഇത്രയും സാധനമൊക്കെ ഉണ്ടാക്കാം. ഇനി ലാക്ടോസ് എങ്ങനെ ഉണ്ടാക്കുക? ലാക്ടോസ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ യു ഡി പി ഗ്ലൂക്കോസ് എപ്പിമറൈസേഷൻ റിയാക്ഷൻ നടന്നാൽ, ഇപ്പോൾ എപ്പിമറൈസേഷൻ റിയാക്ഷൻ നടന്നാൽ എന്ത് കിട്ടും? യു ഡി പി ഗാലക്ടോസ് കിട്ടും. ആ യു ഡി പി ഗാലക്ടോസിൻ്റെ കൂടെ ഗ്ലൂക്കോസും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? ലാക്ടോസ്. ഇപ്പോൾ ലാക്ടോസ് ഉണ്ടാക്കണമെങ്കിലുള്ള എൻസൈം ആരായിരിക്കും? ലാക്ടോസ് സിന്തേസ്. ഓക്കെ, ലാക്ടോസ് സിന്തേസ്. ഇനി ഈ ഒരു പാത്വേയിൽ ഇപ്പോൾ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഇല്ല എന്ന് വിചാരിക്കും. ഈ സാധനം ആബ്സെൻ്റ് ആയാൽ നമുക്ക് എന്ത് അസുഖം വരുമോ? ഗാലക്ടോസീമിയ. ഇത് ഓൾറെഡി എടുത്തതാണ്, നല്ലൊരു റിവിഷൻ പോലെ കേട്ടാൽ മതി. ഗാലക്ടോസീമിയ. അപ്പോൾ ആടെ ആരില്ല? ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് യൂറിഡൈൽ ട്രാൻസ്ഫറേസ് ഇല്ല. അപ്പോൾ എന്താവും? ഈ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് ലിവറിൽ അക്കുമുലേറ്റ് ആയാൽ ഗാലക്ടോ കൈനേസിനെയും ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിനെയും എന്താക്കും? ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് അക്കുമുലേറ്റ് ചെയ്ത് ഈ 2 സാധനത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ബിലിറുബിൻ്റെ അപ്ടേക്ക് എന്താവും? ബിലിറുബിൻ്റെ അപ്ടേക്ക് കുറയും. കോഞ്ചുഗേഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അൺകോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ കൂടും. ബ്ലഡിൽ അൺകോഞ്ചുഗേറ്റഡ് ബിലിറുബിൻ കൂടും. ലിവർ എൻലാർജ് ആവും, ലിവർ വലുതാവും, ലിവർ എൻലാർജ്മെൻറ്റ് വരും. പിന്നെ ജോണ്ടിസ് വരും,
പിന്നെ മെൻ്റൽ റിട്ടാർഡേഷൻ വരും. ഇനി ഗാലക്ടോസ് തന്നെയാണെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഗാലക്ടോസ് അക്യുമുലേറ്റ് ചെയ്താൽ എന്ത് വരും? ഗാലക്ടോസീമിയ. അതിൽ ചെറിയൊരു പാർട്ട്, ഇപ്പോൾ ഗാലക്ടോസിൻ്റെ ചെറിയൊരു പാർട്ട് എന്തായാലും ആര് വഴി എക്സ്ക്രീറ്റ് ആവും? യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആവും. യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആണെന്ന് വിളിക്കാം ഗാലക്ടോസ് യൂറിയ. ഓക്കെ. ഇനി ഈ ഗാലക്ടോസ് ഉണ്ടല്ലോ, ഈ ഗാലക്ടോസ് എന്തായിട്ട് റെഡ്യൂസ് ആവുമെന്ന് അറിയോ? റെഡ്യൂസ് ടു ആര്? ഡെൽസിറ്റോൾ. ഈ ഡെൽസിറ്റോൾ നമ്മൾ എവിടെ അക്യുമുലേറ്റ് ചെയ്യും? ലെൻസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? കാട്രാക്ട്. അതിൻ്റെ ഓസ്മോട്ടിക് എഫക്റ്റ് കാരണം ലെൻസിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് ഡെൽസിറ്റോൾ അക്യുമുലേറ്റ് ചെയ്യും, കാട്രാക്ട് വരും. ഓക്കെ. പിന്നെ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് റീനൽ ട്യൂബ്യൂൾസ് ബൈ അക്യുമുലേറ്റ് ചെയ്യും. റീനൽ ട്യൂബ്യൂൾസ് ബൈ അക്യുമുലേറ്റ് ചെയ്താലോ ട്യൂബുലാർ ഡാമേജ് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? അമിനോ ആസിഡ് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ആയി പോകും. അപ്പോൾ അമിനോ ആസിഡ് യൂറിയ. ഓക്കെ. ഇനി നമ്മൾ ഡയഗ്നോസ് ആയിട്ട് ഇപ്പോൾ എന്തൊക്കെ നമുക്ക് ഇനി പറയാൻ പറ്റും? ഒന്ന് കോൺജനൈറ്റൽ കാട്രാക്ട്. പിന്നെയോ ഗാലക്ടോസ് യൂറിനിലുണ്ടാവും. യൂറിനിൽ ആര് വരും? ഗാലക്ടോസ് വരും. പിന്നെയോ ആംനിയോസെൻറ്റസിസ് നടത്തിയാൽ നമുക്ക് കുട്ടികളിൽ ഇപ്പോൾ പ്രീനാറ്റൽ ആയിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആംനിയോസെൻറ്റസിസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഇപ്പോൾ ലാക്ടോസ് ആണല്ലോ, ലാക്ടോസിൽ ആരൊക്കെ ഉണ്ട്? ഗാലക്ടോസും ഗ്ലൂക്കോസും കൂടിയ ആളാണല്ലോ ലാക്ടോസ്. അപ്പോൾ ലാക്ടോസ് ഡയറ്റിൽ വരുമ്പോഴാണ് ഗാലക്ടോസ് വരുന്നത്. അപ്പോൾ ഗാലക്ടോസ് ഒഴിവാക്കണം, ആരും ഒഴിവാക്കിയാൽ മതി? ലാക്ടോസ് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക. ഇനി ഈ ലാക്ടോസ് ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 4 വയസ്സായ ചിലപ്പോൾ എന്ത് വരാം? ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് പൈറോഫോസ്ഫോറൈലേസ് വരാം. അപ്പോൾ 4 വയസ്സ് കഴിഞ്ഞാൽ ഈ ഡയറ്റ് ഒഴിവാക്കാം, അത് വരുവാണെങ്കിൽ. പിന്നെയോ ഇനി അഥവാ മെൻ്റൽ റിട്ടാർഡേഷൻ വന്നു എന്ന് വിചാരിക്കും, പിന്നെ എന്ത് ചെയ്യില്ല? ആ മെൻ്റൽ റിട്ടാർഡേഷൻ മാറ്റാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ വേറൊരു ഡിസീസ് എന്ന് പറയുന്നത് ഗാലക്ടോകൈനേസ് ഡെഫിഷ്യൻസിയിൽ ചെറിയ മൈൽഡായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ഉള്ളൂ. പിന്നെ ഇതിലെന്തുണ്ടാവില്ല? ഇപ്പോൾ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് ആക്കുക എന്നുള്ളതാണല്ലോ ഇയാളെ പരിപാടി, ഗാലക്ടോകൈനേസിൻ്റെ. അപ്പോൾ അയാളില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ടോക്സിക് ആയിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല. എങ്കിലും എന്തുണ്ടാവാം? കാട്രാക്ട് ഉണ്ടാവും. അത് നമുക്ക് പോളിയോൾ പാത്വേ പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഗാലക്ടോസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ കാട്രാക്ട് വരുന്നത്. ഓൾറെഡി ഇത്രയേ ഉള്ളൂ ഗാലക്ടോസ് മെറ്റബോളിസം. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.